നമസ്കാരം. BJP അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 16 സംസ്ഥാനങ്ങളിലായി 195ഓളം സ്ഥാനാർത്ഥികളെയാണ് BJP നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 20 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള കേരളത്തിൽ 12 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാവും 39 സീറ്റുകളുള്ള തമിഴകത്ത് BJP ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതിരുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് തമിഴകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരമായി തമിഴകത്ത് സന്ദർശനം നടത്തിയതും സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ അവിടെ എൻ മണ്ണ് എൻ മക്കൾ എന്ന പേരിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ യാത്ര, ഒരു പദയാത്രയൊക്കെ നടത്തിയതും. അതിന് പിന്നിലെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും അവിടുന്ന് സീറ്റ് നേടണം എന്നുള്ള BJPയുടെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന മണ്ഡലം വാരണാസി തന്നെയാണ്. അദ്ദേഹം രണ്ടാമതൊരു മണ്ഡലമായി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം തെരഞ്ഞെടുത്താൽ അത് തമിഴകത്തുള്ള ഏതെങ്കിലും മണ്ഡലമാകും എന്നായിരുന്നു ഇതുവരെയുള്ള അഭ്യൂഹങ്ങൾ. രാമനാഥപുരം, രാമേശ്വരം ഉൾപ്പെടുന്ന നിലവിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള കനികെ നവാസ് അവിടെ MP ആയിട്ടുള്ള രാമനാഥപുരത്തേക്ക് മോദി എത്തുമെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മോദി രാമനാഥപുരത്തേക്ക് എത്തിയേക്കില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ആരായിരിക്കും മോദിക്ക് പകരം തമിഴകം പിടിക്കാൻ കേന്ദ്രത്തിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് എത്തുക എന്ന ചില ചർച്ചകളും ഇത് വഴിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ നിന്നുള്ള ആളാണ്, സഹമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓളം കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ തമിഴകത്ത് വരുന്നത് തീർച്ചയായും മോദിയുടെ വലങ്കൈയായ ഒരു വ്യക്തിത്വം തന്നെ ആയിരിക്കണമെങ്കിൽ മാത്രമേ തമിഴകത്തും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നേതാവ് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ രാമനാഥപുരത്ത് നിന്നോ കന്യാകുമാരിയിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നുമോ മത്സരിച്ചേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മോദിയേക്കാൾ മികച്ച കാൻഡിഡേറ്റായി, മികച്ച സ്ഥാനാർത്ഥിയായി നിർമ്മല സീതാരാമൻ മാറുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തമിഴ്നാടിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ വലിയ ഹിന്ദി വിരുദ്ധത കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഹിന്ദി വിരുദ്ധ കലാപം അരങ്ങേറിയ ഒരു മണ്ണാണ്. മോദി അമിത്ഷാ സഖ്യത്തെ പോലും അവർ വിളിക്കുന്നത് ഗുജറാത്തി കമ്പനി എന്നാണ്. അങ്ങനെയുള്ള മോദി, ഒരു ഗുജറാത്തിയായ മോദി തമിഴകത്ത് വന്നാൽ ഇത് തീർച്ചയായും DMK ആയുധമാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം അവരവിടെ അഴിച്ചുവിടുക തന്നെ ചെയ്യും. പക്ഷെ നിർമ്മല സീതാരാമൻ അങ്ങനെയല്ല. അവർ തമിഴ്നാട്ടിലെ മധുര സ്വദേശിനിയാണ്, ഒരു തമിഴ് നേതാവ് തന്നെയാണ്. അങ്ങനെ ഒരു തമിഴ് നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ ഇങ്ങനെ ഒരു തന്ത്രം ഈ കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ പ്രയോഗിക്കാൻ ഒരിക്കലും DMKക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചേക്കാം എന്നും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നിർമ്മല സീതാരാമൻ ഒരുപക്ഷെ രാമനാഥപുരത്ത് നിന്ന് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും അവിടെ ശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ചില ചെറിയ പാർട്ടികളൊക്കെ NDA സഖ്യത്തിലേക്ക് വന്നേക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ കരുത്തരെയായിരിക്കും ഇറക്കാൻ പോകുന്നത് എന്നത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം മതി അവിടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് BJP തീരുമാനിച്ചിരിക്കുന്നതിന് പിന്നിലും ഇതുതന്നെയാണ്. എന്തായാലും ഈ ലിസ്റ്റ് വൈകിയതിന് പിന്നിൽ കൃത്യമായ തന്ത്രമുണ്ട്. ആരെയെങ്കിലുമൊക്കെ മത്സര രംഗത്തിറക്കി എണ്ണം തികയ്ക്കുകയല്ല, മറിച്ച് തമിഴകത്ത് നേട്ടം കൊയ്യേണ്ടത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. അതിന് എല്ലാ പിന്തുണയും നൽകി അണ്ണാമലൈ നിൽക്കുന്നുമുണ്ട്. അദ്ദേഹം പോലും ചില സുരക്ഷിത മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിർമ്മല സീതാരാമനാണ് സാധ്യതകളേറെയുള്ളത്. ഈ ഒരു തമിഴകത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ അവിടെ മോദിയെക്കാളും എന്തുകൊണ്ടും അനുയോജ്യ നിർമ്മല സീതാരാമൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.